Hey guys, I just wanted to take a quick intro. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മയുടെ അനിയത്തിനൊപ്പം ഹൈദരാബാദിൽ ഇതുവരെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. വാട്ട് എ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഡേ ഫീൽസ് ലൈക്ക് സംതിങ് ദാറ്റ് നെവർ ഹാപ്പൻസ്. ജസ്റ്റ് ഗോട്ട് ലക്കി എന്ന് വേണം പറയാൻ. That's all I have to say you guys. Yeah, let's do a small Hyderabad round with them. Hello guys, welcome back to my Ahilya's Diary channel. So After a long time, no see. I am here in Hyderabad. నాకు చాలా బాగుంది. చాలా బాగుంది. నాకు చాలా బాగుంది. నాకు అంటారు చాలా అడుగుంది ഭദ്രകാളി നല്ല പറ്റില്ല. ഞാൻ അല്ലെങ്കിൽ എന്ത് കൂതറമാക്കി പറഞ്ഞാലും శ్రీకాదు బాగుంది కాదు എന്നെ എവിടെ ഉള്ള എല്ലാ സാധനം അമ്മയുടെ ടേപ്പിട്ട് അവിടെ അങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. അക്കെ എനിക്കിപ്പോൾ പക്ഷെ ഞാൻ നല്ല രസമായിട്ട് నాకు చాలా బాగుంది. రాజు పన్నడి షీ బాగుంది కాదు షీకి ఎంతో నాకు తెలియదు. అమ్మ ഞാൻ ഇവിടെ 2 വർഷം തെലുങ്ക് പഠിക്കും. I will definitely learn Telugu if at least I stay here for 2 years. Only after staying here for 2 hours I have learned a little bit of Telugu. അപ്പോൾ അഞ്ചിക്ക് നമസ്കാരം. അപ്പം ഞാൻ പറഞ്ഞു പുതിയ ആളോട് ചെന്നിട്ട് അച്ഛൻ അന്ന് വേറെ ഒരു ഞങ്ങൾ ഹോട്ടലെത്തി, ഞങ്ങൾ റൂം എടുത്ത് വരണം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തില്ല. പിന്നെ ഈ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഇവർ വന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ആരും അറിയാതിരുന്ന് ഓട്ടോമാറ്റിക്കലി ആരായാലും വിളിച്ചു. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. അന്നത്തെ ബാക്ക് ക്യാമിൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്. ഒരു ചെറിയ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ റൂമിൽ കയറാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നല്ല എൻട്രി ഒക്കെ കൊടുത്ത് കയറാമെന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. റൂം ഫുള്ളായിട്ട് കാണിക്കുന്നെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാറാകുമ്പോൾ കാണിച്ചു. ഇങ്ങനെ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, നല്ല ക്വാളിറ്റിയിലല്ല. ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ മാം എന്നെ വിളിച്ച് അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിയേനെ. ശരിക്കും സർപ്രൈസ് ആയി പോയത്. ഇനി പുറത്തോട്ടൊക്കെ പോകണം, കുറച്ച് പ്ലാൻ ഉണ്ട്, കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെന്ന് പ്ലാൻ ഉണ്ട് പെട്ടെന്ന്. അപ്പം കാരണം നമുക്ക് ലിമിറ്റഡ് ടൈമിംഗ് ആണുള്ളത്. കാരണം നാളെ ആകുമ്പോൾ എനിക്ക് തിരിച്ച് ഇവിടെ പോകണം, ഹോസ്റ്റലിൽ തിരിച്ചു പോകണം. അപ്പം അങ്ങനെ ഞാൻ വലുതായിട്ടൊന്നും ഇൻട്രോ എടുക്കുന്നില്ല. കാരണം അതിൻ്റെ വെച്ചാൽ ഞാൻ ഒരുപാട് അങ്ങ് സംസാരിക്കും. അതുകൊണ്ട് വേണ്ട. ഇതേപോലത്തെ റൂമിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തതും. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അനിയത്തിയും കൂടെ ഉള്ളതുകൊണ്ട് ഐ എം ലിറ്റിൽ മോർ ഹാപ്പി നൗ. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഫസ്റ്റ് ടൈം എൻ്റെ അമ്മ അനിയത്തി ഫ്ലൈറ്റിൽ കയറുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് എടുക്കാൻ പറ്റാമെന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. ബട്ട് നൗ ഐ ഹാവ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്കിനി എന്താ പറയാം, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗായ്സ്. അങ്ങനെ പറയാൻ ഉള്ള ഭാഗ്യം ഇല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇവരെന്തായാലും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് എൻ്റെ അനിയത്തിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞിട്ടാണ്. വീട്ടിൽ എൻ്റെ അനിയത്തിയും അമ്മയും വന്നിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷത്തിനുള്ള സെക്യൂരിറ്റി അടുത്തും എല്ലാവരുടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ. ബട്ട് അവർക്ക് സർപ്രൈസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് നടന്നില്ല അത്രയ്ക്ക്. ബട്ട് ഐ എം സോ ഹാപ്പി. കുറേ ബട്ട് പറയുന്നുണ്ട് എല്ലാം പഠിച്ചിട്ട്. എനിക്ക് ഓർമ്മ വന്ന അപ്പയാണ്. ഞാൻ കുറേ ലൈക്ക് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കേട്ടു. അപ്പോൾ അപ്പം എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞു, കുറച്ച് ലൈക്ക് ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ഫേസ്ബുക്കിൽ കുറേ പേര് ലൈക്ക് കഴിക്കുന്നുണ്ട്, കൊടുക്കാനാണ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത്. ഗൈസ്, ഇവിടെ ലിസ്റ്റൊക്കെ ഉണ്ട്. എൻ്റെ അനിയത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യണം, വാങ്ങണം എന്നൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതായിരിക്കും. ഇനി നമുക്ക് ലെറ്റ്സ് സീ അവർ റൂം. സ്വന്തം റൂം അല്ലെങ്കിലും നമ്മൾ വാങ്ങിച്ച റൂമല്ലേ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതാണ് റൂം. നിങ്ങൾ ഈ റൂം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ച് കണ്ടു. എല്ലാം അതിൻ്റെതായ സൗകര്യത്തിലാണ് കഴിച്ചിരിക്കുന്നത്. എല്ലാം നല്ല മീൻസ് ലൈക്ക് നമുക്ക് 3 പേർക്കും പറ്റിയ ഒരു റൂം. ഇവിടെ ഒരു TV വരെ ഉണ്ട്, ഒരു ഫാൻ ഉണ്ട്, പിന്നെ ഒരു AC ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ ഇങ്ങനെ ഓരോന്നും കാണിച്ചൊക്കെ തരാൻ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒന്നും തോന്നിരുത്താൻ. കണ്ണാടി എന്നെ കാണിക്കും, എന്നെ കാണിക്കും കണ്ണാടിയിലോട്ട്. നമ്മളിപ്പോൾ വന്നിട്ട് കുറച്ച് നേരം, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അലങ്കോലായിട്ട് കഴിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ പൊളിയാണ്. ഞാൻ കട്ടൻ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ് കണ്ടോ, നിങ്ങൾ അപ്പുറത്ത് കാണുന്നത് പാലക്ക ബസാറാണ് ഗൈസ്. അവിടെ എന്തോരം ഞങ്ങളിപ്പോൾ എന്തായാലും അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി ഡേ ടൈമിൽ പാലക്ക ബസാർ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ പണ്ടത്തെ വ്ളോഗിലുണ്ട്. ബട്ട് നൈറ്റ് ടൈമിൽ ഇപ്പോൾ ഒരിക്കലും കൂടെ കാണിച്ചത്. നിങ്ങൾ കണ്ട് പാലക്ക ബസാർ മടുത്തെന്നറിയാം. ബട്ട്
സ്റ്റിൽ ഗൈസ് പ്ലീസ് വാച്ച്. എനിക്കതേ ഉള്ളൂ. ഇവിടെ ഒരു അലമാര ഉണ്ട് കേട്ടോ. ലൈക്ക് നമുക്ക് അത്യാവശ്യ സാധനങ്ങൾ 2-3 ദിവസത്തേക്ക് വെക്കാനുള്ളത് ഒക്കെ ഉള്ള സ്ഥലം. അവിടെ ലോക്കർ വരെ ഉണ്ട്. യാ ഇതാണ് സ്ഥലം. തലേന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണെങ്കിൽ എന്നെ വിളിച്ച് വീഡിയോ കോൾ വരെ വിളിച്ചു. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് ഇവരിന്ന് വരും എന്നുള്ളത്. But I'm so happy to meet them today and yeah. I always like surprises, but ഞാൻ അവരെക്കാളും റിഗ്രറ്റ് അടിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും മീൻസ് ഞാൻ ശരിക്കും സർപ്രൈസ് ആവുന്നു. കാരണം എനിക്കൊരു ചെറിയ ക്ലൂ പോലും ഇല്ലായിരുന്നു അവർ വരുമെന്ന്. ഞാൻ ശരിക്കും സർപ്രൈസ് ചെയ്തു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഭയങ്കര എക്സ്പ്രസ് ചെയ്ത് ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അല്ലേ. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്രയും സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ഡെഫിനറ്റ്ലി എനിക്കറിയായിരുന്നു ഞാൻ നല്ല സർപ്രൈസ് ആവും, നല്ല എക്സ്പ്രഷൻ ആയിട്ട് നല്ല ഇങ്ങനെ എനിക്കറിയാം ഞാൻ മൊത്തത്തിൽ നിന്ന് പോകുമായിരുന്നു ടോട്ടലി. എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല, എക്സ്പ്രഷൻ ഒക്കെ ഇടാനുള്ള അത് കാണാനുള്ള ഭാഗ്യം അവർക്കും ഇല്ലായിരുന്നു. ബട്ട് എല്ലാം ഒക്കെയാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കട്ടെ. ഖുഷി ഹോ. എൻ്റെ ഹിന്ദി പൊട്ടത്തെറ്റാണെങ്കിൽ പോലും ഞാൻ ട്രൈ ചെയ്യും പറയാം. കാരണം ഐ ലവ് ടു സ്പീക്ക് ഹിന്ദി. എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട് വാങ്ങിച്ച് വെച്ചിട്ട് എന്താ പറയാ ഇടാതിരുന്നേ. അപ്പം ഞാൻ ഇന്നിട്ട് ഇവിടെ ബ്രഷ് എൻ്റെ ലിപ് കോംബോ കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ലിപ് കോംബോ. ദിസ് ഈസ് മൈ ലിപ് കോംബോ ഗൈസ്, നോക്കിക്കോളൂ. ഇത് നമ്മളൊരു ട്രെൻഡി ലുക്കാണ് പിടിച്ചത്. ഇത് ഒരു ലിപ് ഷെയ്ഡാണ് ഗൈസ്. ദിസ് ഇസ് വെരി ഗുഡ്. ഇത് അതിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു കളർ കിട്ടും. ബൈ. സോ എൻ്റെ ലുക്ക് ഓഫ് ദി ഡേ കാണിച്ചു തരാം ഗൈസ്. ദിസ് ഇസ് മൈ ലുക്ക് ഓഫ് ദി ഡേ. സോറി, ഇപ്പോൾ കാണിക്കരുത്. ദിസ് ഇസ് നോട്ട് നെറ്റ് എന്ന് പറഞ്ഞേ കാണിക്കാവൂ. ഓക്കെ, റെഡി. ദിസ് ഇസ് മൈ ലുക്ക് ഓഫ് ദി ഡേ. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്. വെയിറ്റ്, ഇതായിരുന്നു എൻ്റെ ലുക്ക് ഓഫ് ദി ഡേ. പോണി ടെയിൽ ആയിരുന്നു ഗാസ്. ഇവിടെ വന്നപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊള്ളില്ല. ഐ എം സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇതും അവൾ കയറി ഇരിക്കുകയാണ്. ഞാൻ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ പോവായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് കൊടുക്കാം. This is my outfit of the day. Hello, welcome back. So ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ആയിട്ട് വരുന്നത് ഗൈസ്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ജാടയാണെന്ന് തോന്നും. ഇല്ല ഗൈസ്, ഞാൻ അഭിനയിക്കുന്നതാണ്. ഞാനൊരു പാവമാണ്, ഒരു നാടൻ പെൺകുട്ടി. മൈക്ക് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് ഇന്നത്തെ വൈകിട്ട് ഇരുന്ന് വരെ ഞാൻ ഉറങ്ങി. തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി. തിരിച്ച് ഉറങ്ങാം, ഞാൻ ഉറങ്ങാം. അത് വീട്ടിൽ എ സി വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ എന്താ പറയുന്ന തിയേറ്ററിൽ സിനിമ കാണാൻ പൈസ കൊടുത്ത് പോകുന്നത് നമ്മൾ സിനിമ കാണാനാണ്. പക്ഷെ എന്റെ അമ്മ ഉറങ്ങാനാണ്. വീട്ടിൽ വാങ്ങിച്ച എ സി നമുക്ക് പോരാ. അവിടെ കൂവി വിളിച്ചൊക്കെ ആൾക്കാർ എടുക്കൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. കൂവി ഇതിന്റെ ഇടയിലിരുന്ന് ഉറങ്ങാൻ. ഞാൻ ഭയങ്കര ടയേർഡാണ്. എനിക്ക് മാത്രമേ ഇങ്ങനെ ഉറങ്ങാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് കഥ പറ്റുന്നില്ല. ഞാൻ വല്ലപ്പോഴും കാണുന്നുണ്ട്. എന്റെ അമ്മ ഞാൻ എന്ത് പറഞ്ഞു കേൾക്കാറുണ്ട്. കുഴപ്പമില്ല. ഇന്നത്തെ വീട്ടിൽ വരണം. ബ്ലാക്ക് ബെൽറ്റ് ആണ്. അതെ, അമ്മ ബ്ലാക്ക് ആയിട്ട് ഞാൻ അതിൽ തികയില്ലല്ലോ. ഞാനിവിടെ പട്ടിണിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാനൊന്നും കിട്ടിയില്ല. അല്ലെ കൊള്ളാത്ത ഇരുന്ന് കരയുന്നുണ്ട്. ചിക്കൻ സൂപ്പ് 140. സൂപ്പ് വേണം. വെജിനോട് 130. ചിക്കൻ ഒരു 170. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ആദ്യമായിട്ട് ഹൈദരാബാദില് ചായ കുടിക്കാൻ പോവാണ്. എന്റെ സിസ്റ്റർ ഹൈദരാബാദിൽ ചായ കൊള്ളാം മാമ. അയ്യോ, പഞ്ചാര ഇല്ലേ? പഞ്ചാര ഒരിത്തിരി കുടിച്ചോ. പഞ്ചാര ഇല്ലേ? വിളി വിളി.
പഞ്ചാര പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൽ കട്ടി ചായ കുഴപ്പമില്ല. അക്കയ്ക്ക് കുഴപ്പമില്ലമ്മ. പറ Coffee is without always ആണെന്ന്. better. പറ വിത്തൗട്ട് ആണോ നമുക്ക് കൊണ്ടുവന്നത് കുഞ്ഞ് ഗ്ലാസ്സിൻ്റെ ചായ. ഐ ലൈക്ക് ടു ഡ്രിങ്ക് ഇൻ എ സ്മോൾ ഗ്ലാസ്. Hello, can you give us some sugar? 422. I always like to drink coffee. നീ കോഫി ലവർ അല്ലേ? Yeah. But why did you order? എനിക്കിപ്പോൾ I have some what? മനസ്സമാധാനം. Because for 20 rupees. ഇപ്പൊ ഒരാ ചായ അല്ല, for നീ 20. കഴിയുള്ള അങ്ങോട്ട് ഇരിക്കും ഈ കോഫി വലിയ ഗ്ലാസ് നിറച്ചും കുടിക്കുന്ന ഇഷ്ടം. ചെറിയ ഗ്ലാസ്സിൽ കുടിക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ വലിയ ഗ്ലാസ്സിൽ കുടിക്കണം, കുറേ കുടിക്കണം കോഫി. ഇപ്പൊ എന്ത് ചെയ്യും എനിക്ക് അല്ല അവിടെ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഈ ചായ കുടിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നത്? ചുമ്മാ നാളെ ഓർത്തിരിക്കും. ഞാൻ ചായ കുടിച്ചാൽ അന്ന് കോഫി കുടിച്ചെന്നെങ്കിലും ഓർക്കാനും. 7:30 അരമണിക്കൂറായി ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം എന്തായാലും നോക്കട്ടെ. ഇത്രയും ചെറിയ ഗ്ലാസിന്റെ ടീ കൊണ്ടുവരാൻ അവർക്ക് അരമണിക്കൂർ വേണം. നല്ല ഫുഡാണ് മറ്റേ ഒരു ലോഡ് ഫുഡ് തരാൻ അവർക്ക് എത്ര രൂപ വേണ്ടി വരും? ഫുഡ് വന്നാൽ നല്ല പഞ്ചസാര വന്നാൽ ദൈവത്തിനായി ഇത് കറക്റ്റ് കണീര്. യാ ഷുഗർ. പക്ഷെ ഒരു കാര്യം, അത്രയും ചെറിയ ഗ്ലാസ് ഇത്രയും വലിയ ഗ്ലാസ് ഈ ചെരുപ്പ് മാറ്റിയിട്ടില്ലേ ചെറിയ ചെറിയ ക്ലിപ്പ് എനിക്ക് ഇവിടെ തരണം. എനിക്ക് ഇടാൻ പറ്റും മാറ്റി കുടിച്ചു കഴിഞ്ഞാ മണിക്കൂറുകളായി അമ്മ മാറ്റണം. She don't like that. അമ്മ വീട്ട കുടിപ്പോ അത്രയുണ്ട്. അതിന് ഇത്രയും പഞ്ചായത്ത് 5 രൂപ കൂടുതൽ കൊടുത്തോണ്ടായിരിക്കും. പിച്ചക്കാരെ പോലെ സംസാരിക്കല്ലേ. അക്ക മൈക്കില്ല എന്താ കാണിക്കുന്നത്? സംസാരം കേൾക്കാൻ പറ്റും, പക്ഷെ മൈക്ക് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുടിക്ക് വേഗം. കൊടുത്തല്ലേ അമ്മ തിരിച്ച് പഞ്ചായത്ത് കെട്ടി വീട്ടിൽ കൊണ്ടുപോകാം. എന്റെ അനിയത്തി നീ അമ്മയെ പോലെ പഠിക്കല്ലേ. അപ്പൊ ഇങ്ങനെ പറയാണ്ടിരിക്കുന്നതില് ചായ തന്നാ സ്കൂളിൽ ഇളക്കാൻ പറ്റില്ല, അതിനെ തികയല്ല. കുടിക്ക് വേഗം. കുടിക്ക്, എന്നിട്ട് ടേസ്റ്റ് പറ മധുരം ഇട്ടപ്പം. ചായ ഇസ് ഗുഡ്. I think they use pure മിൽക്ക്. cow milk, you know. കറക്കിയോ ഉടനെയോ ഉള്ളത്. എന്ത് കൊള്ളാം, കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? നല്ല കറക്റ്റ് പാല് വെച്ചവരുണ്ടാക്കി. പാലേ ഉള്ളൂ ഇതിന്, വെള്ളം ഇല്ല. അടുത്ത ഫുഡ് വന്നെന്ന് തോന്നുന്നു. ഐ ഹേർഡ് ദാറ്റ് ലിഫ്റ്റ് സൗണ്ട്. നമ്മൾ ഈ ചില സമയം കേൾക്കത്തില്ല. ഇപ്പം അച്ഛനെ അല്ലെങ്കിൽ അമ്മയൊക്കെ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് അവർ പുറത്ത് പോയിട്ട് നമ്മളിങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അത് അവരാണെന്നൊക്കെ ഉള്ളൊരു അതുപോലെയൊക്കെ ഉണ്ട്. വിശക്കുന്നുണ്ട് നന്നായിട്ട്. So hungry. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഇതെൻ്റെ എൽഡർ സിസ്റ്റർ ആണോ? അത് കണ്ടാ മനസ്സിലാവും. പക്ഷെ ഇങ്ങനെ ചിലവർക്ക് കണ്ണ് No. ഹോസ്റ്റലിലുള്ള എവറിബഡി ഹാവ് a specs. That's why. ഈ ഒരൊറ്റ ബെഡ് മതി 3 പേർക്ക് കിടക്കാൻ. എടുക്കുന്ന വീഡിയോ ഉണ്ട്. കണ്ടു. അമ്മ തിരിച്ചെടുക്കാൻ പറഞ്ഞാൽ നേരെ എടുത്താ. അല്ല ചരിച്ചെടുത്ത് അതിന് വേണ്ടിയിട്ട് വന്നേക്ക. മൂക്കിൽ എവിടെയോ കയറിക്കൊണ്ടാക്കിയത്. സെൽഫ് ലോഗ് ചെയ്യാം. പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പറയോ? ഒന്നുകൂടെ അഭിനയിക്കാമ്മ പ്ലീസ്. ഇത് ഉയർന്നു വരുന്നില്ല. ഔട്ട് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയുകയില്ല. എന്ത് വീഡിയോ എടുത്താലും നടക്കത്തില്ല. ഈ എന്റെ അനിയത്തി അപ്പം തന്നെ പോണം. സത്യത്തിൽ ഇത് ഉയർന്നു വരുന്നില്ല. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഓടിയത്. കാണി കയ്യിലെങ്ങോ അയ്യോ ഇപ്പൊ മൊത്തത്തിൽ തീർന്ന അമ്മ ദാരിദ്ര്യം. എനിക്ക് വേണ്ട തീർന്ന്. ഏതെങ്കിലും താ പിന്നെ. ഞാൻ കരി പോലും എടുക്കാതെയാണ് വന്നത്. ഇപ്പോഴൊറ്റ കാരണം കരിതാണ്ടിരിക്കണേ. പിന്നെ എല്ലാം എത്ര പ്രാവശ്യം അക്ക ഇത് പിടിച്ചാലേ എനിക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ അമ്മയ്ക്ക് എല്ലായിടത്ത്? ഞാൻ പറയാൻ വന്നത് ബാക്കി അമ്മ പിന്നെ ഇതെന്താ ഇങ്ങനെ ആയി പോയത്? അക്ക ആദ്യമൊക്കെ കോട്ടിന്റെ കാര്യം എന്താന്ന് വെച്ചാ പറയും. എന്റെ അനിയത്തിയോളെ ഇവിടെ വരാൻ നേരത്തെ കഷ്ടപ്പെട്ട് വാങ്ങിച്ച കോട്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ വെച്ച് വന്ന് ഒരു കാര്യം ചെയ്തു, ഇവിടെ ഊരി വെച്ചിട്ട് പോകും. അപ്പോൾ സമ്മതിച്ചില്ല. ഇവിടെ വന്ന് അവള് വേറെ ഡ്രസ്സ് മതി അവൾക്ക് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് ഐ തോട്ട് ഞാനിത് എടുത്തുകൊണ്ട് പോകാമെന്ന്. ചുമ്മാ റോഡിൽ രണ്ട് ഷോപ്പ് കാണിക്കാനാണ്. ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നടക്കാം. ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ ഗൈസ്.
എടുത്ത് മൊത്തത്തിൽ ഇട്ട് നോക്കാം അല്ലേ? കാരണം ഇത് പോയി ഇടാൻ പറ്റുമല്ലോ. ഇതിനോട് ചേരുന്നില്ല എന്ന് എനിക്ക് അറിയാം. ഇല്ല, അതിന് മഞ്ഞ ഒരു ചെറുത് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അവൾ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും എന്താ പറയാനുള്ളത്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തലമുടി കെട്ടുന്ന സ്റ്റൈലൊക്കെ മാറ്റേണ്ടി അല്ലേ? അങ്ങനെ കേട്ടാൽ കുറച്ച് വാങ്ങി എന്റെ കെട്ടി കരി ഇനി കരിക്ക് എവിടെ പോകും? എന്റെ ലിപ്സ്റ്റിക് ഇവിടെ നേരത്തെ എന്റെ ലിപ്സ്റ്റിക് ഞാൻ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടേ. ഞാൻ സെൽഫ് വ്ലോഗ് ഇതാ അമ്മയ്ക്ക് ഒന്ന് എടുത്തു കൊടുക്കട്ടെ, കരിയൊക്കെ എഴുതാതുകൊണ്ട് വരുന്നത്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, അത് കൊള്ളാം. ഇങ്ങനെ ഞാൻ അപ്പം അങ്ങനെ റെഡി ആയിട്ട് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ആൻഡ് ഇനി എല്ലാം സെൽഫ് വ്ലോഗ് കാണാൻ വേണ്ടി അനിയത്തി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എനിക്കൊന്നും ആരും വീഡിയോ തരാം, അല്ലെങ്കിൽ ആരും ഇല്ല. ബട്ട് സ്റ്റിൽ ഓക്കെ ബൈ. അമ്മ ഞാൻ എന്താ വരുന്നു. ഒറ്റയടിക്ക് ഞാൻ അങ്ങ് ഔട്ട്ഫിറ്റ് അങ്ങ് മാറ്റി, അകത്ത് മാറ്റി ഡ്രസ്സ് ഇട്ടിട്ട് അവളുടെ കോട്ടിട്ട് അങ്ങ് ഇറങ്ങി. ഏതാണ്ട് തല വന്നു. ബൈ. നമുക്കപ്പം നൈറ്റ് വ്യൂ പോയി കാണാം. അത് പോയി കാണാം. കണ്ടിട്ട് അമ്മ എന്നെ കൊല്ലം, എനിക്കൊന്നും എടുക്കാൻ പറ്റൂല. ഓക്കെ വേ നിൽക്കും നമ്മൾ ഒരുത്തി ഫോട്ടോ എടുത്തുണ്ട്. ബൈ. വരുന്നു. കട്ടണ് യെസ് മാഡം. What you want? What you want? ഫോണിലെന്നെ കാണാൻ നല്ലത്. I love to be an YouTuber. Here we are. വെട്ടയില്ല. ഞാനും എൻ്റെ അനിയത്തിയും ഒരുപോലെയാണെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പറയട്ടെ. കാരണം ഞങ്ങളെ പറയുന്നില്ല ഞങ്ങൾ ഒരുപോലെയാണ്. കാരണം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, ഡിഫറെൻറ്റ് ബിഹേവിയർ, ആൻഡ് അതിനുപരിയായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേസും വി ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ഒരു ചെറിയ ചായ എവിടെയെങ്കിലും കാണും, പക്ഷെ ഒരിക്കലും ഞാൻ അവളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് തെറ്റിദ്ധരിക്കാനും മാത്രം ഞങ്ങൾ രണ്ടാണ്. ഒരിക്കലും മാറിപ്പോകത്തില്ല ഞങ്ങളെ. ബട്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം എല്ലാവരും പറയുമായിരുന്നു ഞങ്ങൾ ഒരുപോലെയാണ് കാണാൻ, ട്വിൻസിനെ പോലെ ഇരിക്കുന്നത്. ഞങ്ങളിങ്ങനെ എങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് പോയേണ്ടത് താഴോട്ട്. ഇപ്പം വീണേനെ ഇപ്പോഴത്തെ സെയിൻസാണ് ഞങ്ങൾ ആ റൂമിനകത്തുകൊണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങി. പാവം എൻ്റെ അമ്മ ബോറടിച്ച് ചത്ത്. എന്തിങ്ങനെ നിൽക്കണേ? സാധനം വരണില്ല. കാല് മിക്കവാറും എൻ്റെ കാല് വേനിച്ചു തുടങ്ങൂടി. ദൂരെ നടന്നു പോകാനില്ല, കൂടെ എന്തെങ്കിലും പറയും. നിറച്ചും മധുരം കാര്യങ്ങളും ഒരുപാട് നല്ലതാണ്. ഞാൻ കഴിച്ചിട്ടുള്ളതൊന്നും എനിക്കറിയില്ല. ട്രൈ ചെയ്യുന്നുണ്ടോ, വാങ്ങുന്നുണ്ടോ? ഇല്ല, ഞാൻ പണ്ടിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് മനസ്സിൽ ഇവരെ കൂടെ ഇങ്ങനെ ഹൈദരാബാദിൽ വരാൻ ചുറ്റി കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചില്ല. നടന്നു പൊട്ടിയിരുന്നേന്. ഇത്രയും പറ്റില്ല. നടന്ന് ദാഹിക്കുന്നു വെള്ളം അല്ലേ? അവൾ ഐസ്ക്രീം കഴിച്ചു, ഞാനും എൻ്റെ അമ്മയും കൂടെ ലൈം ജ്യൂസ് വാങ്ങിക്കുന്നു. ദാറ്റ് ഡസൻ മീൻ ഒന്നും എടുക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ക്ലിപ്പ് മതി, അല്ല അവിടെ ഇരിക്കുന്ന എല്ലാ ക്ലിപ്പും എടുക്കാൻ ഞാൻ പറഞ്ഞത്. സീരിയസ്ലി ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ബാൽക്കി അവസരം നിങ്ങൾ ഓൾറെഡി 4 എടുക്കാം, കുറേയൊക്കെ എടുക്കണം. ഇനി 4 എടുക്കാം. അങ്ങനെ വെറുതെ അല്ലറ ചില്ലറ ചുമ്മാ എടുക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അവിടേക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. നോണ എങ്ങനെ നോണ പോകുന്നത്?
എനിക്ക് താത്ത് പിടിച്ചോടേ. താത്ത് പിടിക്കാൻ എൻ്റെ കൈ പോണിരിക്കുകയല്ലേ. അവരുണ്ടോ? ഹിന്ദി പഠിച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നടക്കുക. കുറച്ചും പേര് 2 തെലുങ്ക് പഠിച്ചെന്ന് പറഞ്ഞാൽ അതും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ഇവിടെ. ഞാൻ സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജ്. അവിടെ അല്ല, നിന്റെ ഫോണല്ല. പണ്ട് ഷി നോസ് ഹിന്ദി ബെറ്റർ ദാൻ മീ, ബട്ട് നൗ ഐ തിങ്ക് വി ആർ ജസ്റ്റ് ഈക്വൽ. എനിക്കങ്ങനെ തോന്നുന്നു. ഹിന്ദിയിൽ ഞാൻ ഭയങ്കര വീക്കായിരുന്നു, ബട്ട് ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ദാൻ, എന്താ പറയുക, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ കഴിക്കുമോ ആ വീട്ടിൽ നന്നായിട്ട് മഴ പെയ്യും. എൻ്റെ അമ്മ എപ്പോഴും ഞാൻ എവിടെ വീടിക്കുന്ന അതിന് ഓപ്പോസിറ്റ് കൂടെ നടക്കണം. ആ ക്യാമറ മുമ്പ് വരുമ്പോൾ അമ്മയ്ക്കൊരു ചിരിയുണ്ട്. പിള്ളേർ നോക്കുന്ന അമ്മ അങ്ങനെ കാണിച്ചത്. രണ്ടുപേരുടെ കൈയിടയിൽ. ബൈ ഗൈസ്. അമ്മ ഫ്രണ്ടി നിൽക്കല്ലേ, അമ്മ ഫ്രണ്ടി. നമുക്ക് ഏതിലൊന്നും ഇതേ പ്രസ് ചെയ്യും. നമ്മൾ ഏത് ഫ്ലോറ്? തേർഡാണെന്ന് തോന്നുന്നു. എന്ത് സംഭവിച്ചു ഒന്നും പറയില്ല. ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ വന്നേ സത്യം അമ്മയെ കാണി. അമ്മ തളർന്നു അവിടെ ഇരുന്ന്. പിന്നെ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കയറിയിട്ടാണെങ്കിൽ ഈ സംഭവം ഉണ്ട് തന്നെ. ഇത് വന്ന് ലിഫ്റ്റ് ഇത് അടയ്ക്കണം. വന്ന് വണ്ടി ഇങ്ങനെയാണ് തുറക്കേണ്ടത്. കേട്ടോ, നമ്മൾ ഏതിലാ പോകണം? ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് ഇത് രണ്ടും അടച്ചില്ല. ഇത് ശബ്ദം കേട്ടു. ഞങ്ങൾ ഇതെന്ത് ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കണേന്ന് തുടങ്ങി എൻ്റെ അമ്മ. ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് അടയ്ക്കണം. ഇങ്ങോട്ട് താഴോട്ട് അതാരും താഴെ നിൽക്കുക ആദ്യമേ. അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ. നമുക്കത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നമ്മൾ മണ്ടത്തരങ്ങളൊക്കെ കുറേ കാട്ടിൽ കുത്തി. ഞങ്ങളങ്ങനെ സ്ഥലത്ത് റൂമിലെത്തി. ഇനി വയ്യ കേട്ടോ, സത്യം പറഞ്ഞാൽ വയ്യാന്നല്ല. ഇവിടെ ഈ ഒരു ബൂട്ടിട്ട കാരണമാണ് എനിക്ക് ഇത്രയും ക്ഷീണമായത്. കാരണം ഇതിന് ഇവിടെ കുത്തി കുത്തി കൊണ്ടുവന്നു. എനിക്ക് എന്തെന്നാ ഒരു പ്രത്യേക വേദന. കീറിട്ട് അങ്ങനെ വേദനയില്ല, അങ്ങനത്തെ വേദനയില്ല, ഇവിടെ വന്നിട്ട് വേദന. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രയും കാണിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ അധികം എടുക്കണം. കാരണം ഓൾറെഡി നിങ്ങൾ പഠിക്കാൻ കുറേ കണ്ടത് കണ്ട് തന്നെ മടുത്ത് കാണില്ല. കണ്ടുകൊണ്ട് മടുക്കാൻ അത്ര ഇങ്ങനെയാണ് സപ്പോർട്ടീവ് മദർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ മൂവി കൂടെ പോയതൊക്കെ കാണി ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എനിവേ ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കടകളും എന്ത് ചെയ്തു, അടയ്ക്കാൻ തുടങ്ങി. എല്ലാം അടിച്ചു. ഗൈസ് പറയാൻ പറ്റില്ല അതൊന്നും. ഓക്കെ ഗൈസ്, എന്താ പറയാ, പത്രക്കൊള്ളുന്ന ദിവസം തന്നെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. വീഡിയോയുടെ പ്രത്യേകിച്ച് കണ്ടന്റ് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇവർ വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തേ ഉള്ളൂ പെട്ടെന്ന്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. Bye. Thank you for watching. If you like my video, please like, share and subscribe, and please support guys. നിങ്ങളുടെ സബ്സ്ക്രൈബ് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും. ഓരോ സബ്സ്ക്രൈബേഴ്സും നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇത് ചെയ്ത് വിടും. ഞാൻ കുറച്ച് ഗിവ് അവേ ഒക്കെ തന്നു തുടങ്ങാം നിങ്ങൾക്ക്. ക്യാമറ സ്റ്റാർട്ടാണ് ഇവിടെ കുറേ കോമഡി നടക്കുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നെ പറയാം താങ്ക് യു. വല്ലപ്പോഴും വരികയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ? എന്തുവാ ശരിയാ. ഞാനിവിടെ ഒരുപോലെ ഇത്രയും ഇരിക്കാൻ സ്ഥലം ഉണ്ടായിട്ടാണ് അവിടെ ഇരിക്കാൻ സ്ഥലം. ഇന്ന് തൊട്ട് നോക്കണം. കാരണം ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എനിക്ക് തൊടാൻ പറ്റൂലല്ലോ.
എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്ന ഡയലോഗ് കേട്ടില്ല. ഞാൻ ചെയ്യാം ഇവര് വന്നതിന്റെ ഒരിത് മാത്രമേ പെട്ടെന്ന് വൈകിട്ട് അക്ക ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളാ വീഡിയോ എടുക്കാൻ